അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അരികിലേക്ക് തന്നെ നമ്മളെ മടക്കിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പടച്ച റബ്ബിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലേണ്ട ആളുകളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ അവസാനം ഇറങ്ങിയ ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 281 ആയത്തിൽ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസത്തിലാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്നത് എന്നാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, ഓരോ നഫ്സുകളും എന്താണോ പ്രവർത്തിച്ചത് അത് അവർക്ക് പരിപൂർണമായി നൽകപ്പെടുന്ന ദിവസമാണ്. അവരോട് അനീതി ചെയ്യപ്പെടുകയും ഇല്ല എന്ന്. റബ്ബിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത, അന്ന് മനുഷ്യരെല്ലാം പല വിഭാഗങ്ങളായിക്കൊണ്ടാണ് റബ്ബിന്റെ അടുക്കലേക്ക് തന്നെ പോകുന്നത് എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. യൗമ യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൂ അഅ്മാലഹും എന്നാണ്. മനുഷ്യർ അന്ന് പല വിഭാഗങ്ങളായി തിരിയുന്നതാണ്, അവരുടെ പ്രവർത്തനങ്ങൾ അവർ കാണുന്നതിന് വേണ്ടി. യൗമഇദി യസ്സദ്ദഊൻ യൗമഇദി യതഫറഖൂൻ, ഇതൊക്കെ ഗ്രൂപ്പുകളായി തിരിയുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവുകളാണ്. വ്യത്യസ്ത ഗ്രൂപ്പുകളായി ആളുകൾ പോകുമ്പോൾ ഈമാനുള്ള വിശ്വാസികളായ സൽക്രമം പ്രവർത്തിച്ചിട്ടുള്ളവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസത്തിൽ ഭയാനകരമായ ആ ദിവസമാണ്, എല്ലാവരും പേടിച്ച് നിൽക്കുന്ന ദിവസമാണ്. എന്നാൽ ഭയമില്ലാതെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. വമൻ ജാഅ ബിൽ ഹസന ഫലഹു ഖൈറും മിൻഹാ വഹും മിൻ ഫസ്ഇ യൗമഇദിൻ ആമിനൂൻ, ആരാണോ അള്ളാഹുവിൻ്റെ അരികിലേക്ക് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവനായി കൊണ്ട് ചെല്ലുന്നത് എങ്കിൽ, വിശ്വാസത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളത് നമുക്കറിയാം, അങ്ങനെ ചെല്ലുന്നത് എങ്കിൽ ഫലഹു ഖൈറും മിൻഹാ, അവന് അതിനേക്കാൾ ഉത്തമമായ പ്രതിഫലമുണ്ട്. മാത്രമല്ല അവരുടെ പ്രത്യേകത ഫഹും മിൻ ഫസ്ഇ യൗമഇദിൻ ആമിനൂൻ, അന്നത്തെ ദിവസത്തിന്റെ ഭീകരതകളിൽ നിന്നെല്ലാം തന്നെ അവർ നിർഭയരായിരിക്കുമല്ല. നിർഭയമുള്ള ഒരാളുടെ മുഖം എങ്ങനെയായിരിക്കും? ഭയപ്പെടുന്ന ആളുകളുടെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ അറിയുന്ന കാര്യമാണ്. എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, റബ്ബിന്റെ അടുക്കലേക്ക് ചെന്നാലുള്ള അവസ്ഥ എത്രത്തോളം വലുതായിരിക്കുമെന്ന്. കാരണം അള്ളാഹു നൽകിയ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം നൽകി, ആയുസ് നൽകി ഒക്കെ ലഭിച്ചതിന് ശേഷം പടച്ച റബ്ബിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ ധിക്കരിച്ച് നടന്ന ആളുകളും അത് അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകളുടെയും അവസ്ഥ നമുക്കറിയാം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞെടുത്ത് യൗമ തബിയദ്ദു വുജൂഹ് വ തസ്വദ്ദു വുജൂഹ്, അന്ന് ചില മുഖങ്ങൾ വെളുത്ത മുഖങ്ങളായിരിക്കുമെന്നാണ്, മറ്റു മുഖങ്ങൾ കറുത്ത മുഖങ്ങളായിരിക്കുമെന്നാണ്. ആ വെളുത്ത മുഖങ്ങൾ വുജൂഹു യൗമഇദിൻ നാദിറ, അന്നത്തെ ദിവസം മുഖങ്ങൾ പ്രസന്നമായ മുഖങ്ങളായിരിക്കും, നല്ല ശോഭയുള്ള മുഖങ്ങളായിരിക്കും എന്നാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശ്വാസികളെ നിങ്ങൾ ആലോചിച്ചു, എന്തുകൊണ്ടാണ് അവരുടെ മുഖങ്ങൾ അത്രത്തോളം ശോഭയുള്ളത്? യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, അന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണാൻ കഴിയും, മുഅ്മിനീങ്ങളെ കാണാൻ കഴിയും, പ്രകാശം അവരുടെ മുമ്പിലൂടെയും പിറകിലൂടെയും ഇടതും വലതുമായി പ്രകാശങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഒരു വിശ്വാസി. ഇത്രമാത്രം പ്രകാശപൂരിതമായ ഒരു വിശ്വാസി, അവന്റെ മുഖങ്ങൾ പ്രസന്നമായ വെളിച്ചമുള്ള വെളുത്ത മുഖങ്ങൾ എന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞത്. ആ മുഖങ്ങളായിക്കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ. എന്തുകൊണ്ട്? നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പരലോകം എന്നുള്ളതും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുക എന്നുള്ളതൊന്നും ഇന്ന് നമ്മളെ വിശ്വാസികളായ ആളുകൾ അത്ര ഗൗരവത്തിലെടുത്തിട്ടില്ല. മാത്രമല്ല ഒരു ഭയത്തോടു കൂടി എടുത്തിട്ടില്ല. പലർക്കും വിശ്വാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസം മാത്രം മതിയായ ഒരു കാര്യമല്ല പരലോകം എന്നുള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ പ്രസന്നമായ ദിവസം, അതേപോലെ തന്നെ കറുത്തിരുണ്ട ദിവസം എന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
മഹ്ശറയിൽ വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ എന്നാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഭയത്തോടുകൂടി കഴിയുന്നവരാണ് സ്വർഗാവകാശികൾ എന്നാണ് അള്ളാഹു നമ്മളെ വിശേഷിപ്പിക്കുന്നത്, അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതായ അവസ്ഥകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ ഭയമാണ് ഉണ്ടാവേണ്ടത്. വിശ്വാസം പോരാ, ഭയമാണ് ഉണ്ടാവേണ്ടത്. ഈ ഭയം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ? നമ്മൾ സ്വയം നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം എന്താ, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, പാപം ചെയ്ത ആളുകൾ അവരുടെ അടയാളങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചറിയപ്പെടും. ആർക്ക്? അള്ളാഹുവിന് അറിയാനാണോ? അല്ല, അള്ളാഹുവിന് നേരത്തെ അറിയാം നമ്മൾ എങ്ങനെയാ പ്രവർത്തിക്കുക, എന്തൊക്കെ ചെയ്യുമെന്നുള്ളത്. പിന്നെ ആർക്കാണ് അറിയാം? സകല ആളുകൾക്കും, അവിടെയുള്ള പടച്ചറബിന്റെ അടുക്കലുള്ള മുഴുവൻ ആളുകൾക്കും നമ്മെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഈ അടയാളങ്ങൾ ആളുകൾക്ക് മുഴുവൻ ഉണ്ടാകുമ്പോൾ യോറഫുൽ മുജ്രിമൂന ബിസീമാഹും, അവരുടെ അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയും. ഖുർആനിൽ ഒരുപാട് അടയാളങ്ങൾ വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അടയാളങ്ങളെ പറഞ്ഞു തന്നിട്ട് ഞാൻ അത് ഇവിടെ വിശദീകരിക്കുന്നില്ല. മറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒറ്റ തെളിവ് മാത്രം പറയുകയാണ്. വഞ്ചിച്ചുകൊണ്ട്, ആളുകളെ പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ, വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ആ വഞ്ചിച്ചെടുത്തിട്ടുള്ള അടയാളങ്ങളുമായിട്ടാണ്, ആ സാധനവുമായിട്ടാണ്, അടയാളം എന്നല്ല, ആ വസ്തുവുമായിട്ടാണ് പടച്ചറബിന്റെ അടുക്കലേക്ക് വരുന്നത് എന്നാണ്. ആലോചിച്ച് നോക്കി സഹോദരന്മാരെ, എത്രയായിരിക്കും എന്നുള്ളത്. പക്ഷേ വിശ്വാസി, ഈമാനുള്ളവൻ, ഈ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, അതേപോലെ തന്നെ പടച്ചറബിനോട് അവൻ നടത്തിയിട്ടുള്ള ഇസ്തിഗ്ഫാറുകൾ കൊണ്ട്, തൗബകൾ കൊണ്ട് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുകയാണ്. നുകഫിറു അൻഹും സയ്യിആതിഹിം, അവരുടെ പാപങ്ങൾ നമ്മൾ കഫറ, മറച്ചു പോലും, അതിന്റെ അടയാളങ്ങൾ പിന്നെ പരലോകത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം പ്രസന്നമാണ്. മാത്രവുമല്ല, എല്ലാ നിലക്കും അവന്റെ മനസ്സിൽ സന്തോഷമാണുള്ളത്, നിർഭയത്വമാണുള്ളത്. ഇങ്ങനെയുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് മഹ്ശറയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് തന്നെ, അള്ളാഹുവിന്റെ കാരുണ്യം കണ്ടുകൊണ്ട് തന്നെ അവന്റെ മുഖം പ്രസന്നമാണ്. അവനെ അള്ളാഹു വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിലുള്ള അവന്റെ കർമ്മങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. ഇവിടെ നമുക്കറിയാം, പലരും വിചാരിക്കാത്ത ഒരു കാര്യം, നമ്മളൊക്കെ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ റെക്കോർഡാക്കപ്പെടുന്നുണ്ടോ എന്നതായിരിക്കും ചില ആളുകൾക്ക് ഇപ്പോഴും സംശയം. അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ. അം യഹ്സബൂന, അവർ വിചാരിക്കുന്നുണ്ടോ, അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവരുടെ രഹസ്യങ്ങളും അവരുടെ നിഗൂഢ സംസാരങ്ങളും നാം കേൾക്കുന്നില്ല എന്നാണോ അവർ വിചാരിക്കുന്നത് എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ, നിസ്സംശയം നമ്മുടെ ദൂതന്മാർ അവരുടെ അടുക്കൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. വിശ്വാസികളുടെ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? ഓരോ മനുഷ്യന്റെയും മുതുകിൽ, ഇവിടെ പിരടിയിൽ അവൻ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഓരോ മനുഷ്യനിൽ നിന്നും ഉണ്ടാകുന്ന സർവ പ്രവർത്തനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുതുകിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ നിവർത്തി വെക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമായി നാം അതിനെ പുറത്തെടുക്കുന്നതാണ്. എന്നിട്ട് അവനോട് പറയും, ഇഖ്റ കിതാബക്, നിന്റെ പുസ്തകം നീ ഒന്ന് വായിച്ചു നോക്കടാ. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, നിനക്കെതിരിൽ വിചാരണ നടത്താൻ നിന്റെ ഈ പുസ്തകം തന്നെ മതി, ഈ രേഖ തന്നെ മതി എന്നാണ്. ആ ഗ്രന്ഥം തുറന്നു നോക്കുമ്പോഴോ വിശ്വാസിയെ സംബന്ധിച്ചല്ല പറയുന്നത്, ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച, തൗബയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച, പടച്ചറബിനെ കണ്ടുമുട്ടണം എന്നുള്ള ഭയത്തോടുകൂടി ജീവിച്ച അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ല, മറിച്ച് അതിൽ നിന്ന് തിരിച്ചു കളഞ്ഞുകൊണ്ട് വിശ്വാസമുണ്ട് പക്ഷെ ഭയമില്ല, അങ്ങനൊക്കെ ജീവിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും. തൗബ ചെയ്തിട്ടില്ല, സൽക്കർമ്മങ്ങൾ കുറവാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയുന്ന പേരാണ് മുജ്രിമീങ്ങൾ, പാപികൾ. ആ പാപികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഔളി അൽ കിതാബ്
ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂൻ യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. എന്താ നോക്കൂ നിങ്ങൾ പറയുന്നത്? ആ ഗ്രന്ഥം വെക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അവസ്ഥ ഉള്ളത്? ഫതറൽ മുജ്രിമീൻ, പാപം ചെയ്തവരായ ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മുശ്ഫിഖീന മിമ്മാ ഫീ, അതിലുള്ളത് കണ്ടുകൊണ്ട് ഭയപ്പെടുന്നവരായിട്ട്. അപ്പൊ ഭയമാണ് അവർക്ക് ഉണ്ടാവുക. എന്നിട്ട് അവർ പറയും യാ വൈലത്തന, ഞങ്ങളുടെ നാശമേ, ഈ ഗ്രന്ഥത്തിന് എന്താണ്, ഈ രേഖയ്ക്ക് എന്ത് പറ്റി? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഒരു ചെറുതുപോലും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന. ചെറിയ കാര്യങ്ങൾ, ചെറിയ തെറ്റുകൾ നമ്മൾ ഒരു ഗൗരവത്തിലെടുത്തിട്ടേ ഇല്ല. അതാണ് നമ്മൾ കാണുന്നത് ആദ്യം തന്നെ. വലുതും വിട്ടുപോകുന്നില്ല എന്ന് പിന്നെയാണ് അള്ളാഹ് പറഞ്ഞത്. വലുതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്ന് ആ ബോധം നമുക്കുണ്ട്. പക്ഷെ ചെറുതോ, എത്ര നിസ്സാരമായ കർമ്മങ്ങളാണെങ്കിലും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നാണ്. അത് അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. കാരണം എന്തായിരുന്നു? അഹ്സാഹുല്ലാഹ്, അള്ളാഹു എല്ലാം ക്ലിപ്തമാക്കി വെച്ചിരുന്നു. വനസൂഹു, അവർ അതൊക്കെ മറന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം മറന്നു പോയിട്ടുണ്ട്. പക്ഷെ പടച്ച റബ്ബ് എല്ലാം രേഖയാക്കി വെക്കുകയാണ്. ഈ രേഖ തുറക്കുമ്പോൾ അതിൽ കാണുന്ന നമ്മൾ ചെയ്ത എല്ലാ ചെറിയ കർമ്മങ്ങളും വലുതുമെല്ലാം തന്നെ അതിലുണ്ട്. വവജദൂ മാ അമിലു ഹാളിറ, എന്താണ് അതിന്റെ അർത്ഥം? വവജദൂ മാ അമിലു ഹാളിറ, അവർ ചെയ്ത കർമ്മങ്ങൾ പ്രസന്റായി നേർക്ക് നേരെ കാണുമെന്നാണ്. ഈ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളും നമ്മൾ തന്നെ നേർക്ക് നേരെ കാണുന്ന ഒരു ദിവസത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആ ഒരു ഭയം നിങ്ങൾ ആലോചിക്കും, ഭയമാണ്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർഭയത്വം കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് അന്ന് പ്രസന്നമാണ്, മുഖങ്ങൾ വെളിച്ചമുള്ളതാകുകയാണ് ചെയ്യുന്നത്. എല്ലാം പടച്ചറബ് പുറത്തു കൊടുത്തു, നേരത്തെ അറിയുകയാണ്. പിന്നെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സന്ദർഭമാണ് വിചാരണ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനെക്കുറിച്ച് പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? എല്ലാം നേർക്ക് നേരെ തുറന്നു കാണുകയാണ്. വവജദൂ മാ അമിലു ഹാദിറ, നേർക്ക് നേരെ കാണുന്നു എന്നാണ് പറയട്ടെ. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂ, ഓരോരുത്തരും ചെയ്തത്, അത് തിന്മയാവട്ടെ നന്മയാവട്ടെ, മുഹ്ളറായി പ്രസന്റായി കാണുമെന്നാ പറയട്ടെ. നേർക്ക് നേരെ കാണും. അതിന് അള്ളാഹു പറഞ്ഞ കാരണം അതാണ്. സൂറത്ത് ജാസിയയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. ഹാദാ കിതാബുന, ഈ രേഖയുണ്ടല്ലോ, ആ രേഖ, അതിന്റെ പ്രത്യേകത എന്താണ്? യൻതിഖു അലൈക്കും ബിൽ ഹഖ്, നിങ്ങൾക്കെതിരിൽ സത്യസന്ധമായി സംസാരിക്കുന്ന രേഖയാണ്, ഗ്രന്ഥമാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. എന്താ? ഇന്നാ കുന്നാ നസ്തൻസിഖു, ഞാൻ പകർപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും മൊബൈലോ അല്ലെങ്കിൽ നമ്മുടെ ടാപ്പോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പോ ഒക്കെ അല്ലെങ്കിൽ സിസ്റ്റമോ ഒക്കെ തുറന്നു വെച്ച് നമ്മൾ വേറെ എന്തെങ്കിലും പണിയിലായിരിക്കും, കേൾക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനെ പടച്ച റബ്ബ് റെക്കോർഡാക്കുന്നുണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ മാറില്ലേ? എങ്ങനെ പറഞ്ഞത്? അല്ല, ഇന്നാ കുന്നാ നസ്തൻസിഖു എന്നാണ്, ഞാൻ പകർപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. പകർപ്പാണ് എടുക്കുന്നത്, കോപ്പി അല്ല എടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒക്കെ കോപ്പി അള്ളാഹു ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെയൊക്കെ ഒരു പകർപ്പ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കോപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒരു ഗൗരവമായ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഭയത്തോടു കൂടിയുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പ്രവർത്തനം നന്നാവില്ലേ? തെറ്റുകളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കില്ല, നന്മകളിലേക്ക് അവൻ മുന്നേറില്ലേ? അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു സ്ഥലത്ത് ഒരാൾ നമസ്കരിച്ചാൽ ആ നമസ്കാര സ്ഥലം അവന് വേണ്ടി സാക്ഷി പറയാൻ വേണ്ടി വരുന്ന. എത്രത്തോളം വലിയ സാധനമാണ് നിങ്ങൾ ആലോചിക്കുക. ആ സ്ഥലമാണ് വരുന്നത്. അപ്പൊ ബുർജ് ഖലീഫന്റെ മുകളിൽ ഏറ്റവും വലിയ നിലയിൽ 100ാമത്തെ നിലയിൽ നിസ്കരിച്ചാണെങ്കിൽ ആ വരും തന്നെ വിശ്വാസി വിശ്വസിക്കേണ്ടത്. ഇതാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന സൂറത്തിലും അതല്ലേ പറയുന്നത്. എന്നിട്ട് എന്താ നമ്മളൊക്കെ അവസ്ഥ ഇന്നുള്ളത്? അതുകൊണ്ട് തന്നെ അത്തരം ബോധത്തോടു കൂടി, ഭയത്തോടു കൂടി, വമ്മൻ ഖാഫ മഖാമ റബ്ബിഹി എന്ന് പറയും, റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ചുള്ള ഭയമുള്ളവൻ,
വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ദുനിയാവിൽ പേടിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മഹ്ശറയിലേക്കാണ് എഴുമ്പോഴേക്ക് അവൻ നിർഭയനാണ്, അവന്റെ മുഖം പ്രസന്നമാണ്, അവൻ ശിർക്ക് ചെയ്തിട്ടില്ല. വല്ലദീന ആമനു, വിശ്വാസികളെ കുറിച്ച് വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അംനാൻ, നിർഭയത്വമാണ്. ദുനിയാവിലും നിർഭയത്വം, മഹ്ശറയിലും നിർഭയത്വം. ഈ നിർഭയത്വത്തിൻ്റെതായ ഒന്ന്, അത് മാത്രമല്ല അടയാളം, ആ വെളിച്ചം അത് മാത്രമൊന്നല്ല. നിർഭയത്വം കൊണ്ട് മാത്രം വെളിച്ചം ഉണ്ടാവില്ല, മറിച്ച് എങ്ങനെയാണ്? അള്ളാഹ് പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്തൊന്നു കൂടി പറഞ്ഞിട്ടുണ്ട്, അവൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉറൻ മുഹജ്ജലീങ്ങളായിട്ടാണ് വരുന്നത് എന്നുള്ളത്. വുദൂഇന്റെ അടയാളങ്ങളൊക്കെ പ്രകാശിക്കുന്നതായിട്ടാണ്, നല്ല വെളിച്ചം ഉണ്ടാകും, പ്രകാശം ഉണ്ടാകും. ഈ പ്രസന്നത, ഈ വെളിച്ചം, ഇതുമായിട്ട് റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് നിർഭയനാണ്. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ വഹുവ ഫീ ഈശത്തിർ റാദിയ. വളരെ വ്യക്തല്ലേ, സന്തോഷവാനായിട്ട് വന്ന് വായിച്ചു നോക്കി നിങ്ങൾ എൻ്റെ ഗ്രന്ഥം. എന്തേ കാരണം? എന്താ കാരണം? ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ലന്നക്ക് രണ്ടർത്ഥമുണ്ട്, വിചാരം മാത്രമല്ല ഉള്ളത്, ഉറപ്പാണെന്നുള്ളത്. എൻ്റെ ഈ വിചാരണയെ നേരിടുന്നവനാണ് ഞാൻ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വിശ്വാസികൾ, ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും ഉറപ്പിക്കേണ്ടതാണ്. പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കണം, വിചാരണക്ക് അഭിമുഖീകരിക്കണം. എല്ലാ പ്രവർത്തികളും അവിടെ വെച്ച് കാണും. എത്രത്തോളം എന്ന് വെച്ചാൽ അനന്തര ഫലങ്ങൾ വരെ. എന്താ അനന്തരഫലം? നമ്മൾ അന്നാണ് പറഞ്ഞു പോയി, ഒരു സദസ്സിൽ വെച്ചിട്ട് എന്തോ പറഞ്ഞു പോയി, അതിനുശേഷം അവിടെ അടിയടന്നു, അതിനുശേഷം എന്തൊക്കെയോ സംഭവിച്ചു, ആ പള്ളിയിൽ കച്ചറുണ്ടായി എങ്കിൽ അതിൻ്റെയൊക്കെ തിന്മകൾ, ആ ദോഷം നമുക്ക് അള്ളാഹു രേഖപ്പെടുത്തി വെക്കുമെന്നല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല യാസീനിൽ പറഞ്ഞിട്ടുള്ളത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും എന്നാണ്. അവർ പ്രവർത്തിച്ചതിനെ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വആസാറഹും, അനന്തരഫലങ്ങൾ, കാലടിപ്പാടുകൾ, ഇതൊക്കെ പടച്ച റബ്ബ് രേഖപ്പെടുത്തുക. അത് കാണുമ്പോ, അത് കാണുന്ന ആ വിചാരമുള്ളവനെ സംബന്ധിച്ചിടത്തോളം, ഇവിടുന്ന് അത് ഉറപ്പുള്ളവനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി ഭയപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നയിക്കുക. മറ്റവനോ ഭയല്ല, വിശ്വാസം ഉണ്ട്. അറിയും മുസ്ലിമീങ്ങളാണ്, എല്ലാവർക്കും വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം കൊണ്ട്? ഖുർആൻ പറഞ്ഞിടത്ത് വിശ്വാസം മാത്രം പോരാ, ഭയമാണുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ചുള്ള ഭയം എന്നാണ്. ഈ ഭയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഭയത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എൻ്റെ കർമ്മങ്ങൾ മുഴുവൻ ഞാൻ കാണുമല്ലോ. ഞാനൊരു വാക്കുകൾ ഉരുവിട്ട് കഴിയുമ്പോഴേക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അത് ഉയരുന്നുണ്ടല്ലോ. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു എന്നാണ്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, അവന്റെ അടുക്കലേക്ക് ത്വയ്യിബായ നല്ല വചനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അമൽ സ്വാലിഹികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെ പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അള്ളാഹു ഉയർത്തുകയാണ്. ആ ഒരു ഭയം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുമ്പോൾ തെറ്റുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുന്നു. അതോടൊപ്പം തന്നെ പുണ്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരു ഇഖ്ലാസും പടച്ച റബ്ബിൽ നിന്നുള്ള ആ ഭയത്തോടു കൂടിയാകുമ്പോൾ അതിൻ്റെ പുണ്യത്തിന്, അതിൻ്റെ പ്രതിഫലത്തിന് ഏറെ അർഹനാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത്തരത്തിൽ ഭയമുള്ള വിശ്വാസികൾ ഇവിടുന്ന് മരിച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കലേക്ക് പോകുന്ന സന്ദർഭത്തിലുള്ള ഒരവസ്ഥയാണ് അന്ന് പ്രസന്നമായ വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, റബ്ബിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, റബ്ബിനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന, റബ്ബിനെ അവിടെ കാണൂല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, അവിടെ നിന്ന് അള്ളാഹുവിനെ കാണില്ല. അപ്പോ കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, ഒരിക്കലും കാണില്ല എന്നല്ല, സ്വർഗത്തിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ കാണുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ വെച്ചുകൊണ്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് ഈ സുഖങ്ങളും സൗകര്യങ്ങളും നൽകിയ, ആയുഷ് നൽകിയ ആ റബ്ബിനെ കാണാനുള്ള പ്രതീക്ഷകൾ അവനിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നൽകിയ, ഈ കറാമത്ത് നൽകിയ മഹ്ശറിൽ തന്നെ എല്ലാവരെയും നോക്കുമ്പോൾ അവൻ കാണുന്നത് അവരുടെ ശരീരത്തിലേക്ക് അടയാളങ്ങളാണ്, തെറ്റുകളുടെ അടയാളങ്ങളാണ്. യൂറഫുൽ മുജ്രിമൂൻ, യൂറഫുൽ മുജ്രിമൂൻ, പാപികൾ തിരിച്ചറിയാണ്, അവരുടെ തിന്മകളെ കൊണ്ട് തിരിച്ചറിയുന്നു. എല്ലാവർക്കും ഓരോ തെറ്റുകളുടെയും അടയാളം അവന്റെ ശരീരത്തിൽ. എന്നാൽ വിശ്വാസിയോ
അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ അവൻ ഇതിങ്ങനെ കാണാൻ അടയാളങ്ങൾ കൊണ്ടുവരുന്നത്. വിശ്വാസിയോ അവന്റെ ശരീരത്തിൽ അടയാളങ്ങളില്ല, അവന് മുഖങ്ങൾ എന്താ അത് കാണുമ്പോൾ തന്നെ അവന്റെ മുഖം പ്രസന്നമാവില്ലേ, വെളിച്ചമായി മാറില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു അവസ്ഥ തന്നെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ? ആ രൂപത്തിൽ മുഖങ്ങൾ പ്രസന്നമായി എനിക്ക് ഈ കറാമത്ത് നൽകിയ, എന്നെ ഈ ആദരിച്ച, എനിക്ക് ഈ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന ആ റബ്ബിനെ കാണാനുള്ള ആ അതിയായ ആഹ്ലാദവും സന്തോഷവും അവന്റെ മുഖത്ത് പ്രസന്നമാകുന്നു. അതോടൊപ്പം വെളിച്ചം അവന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്നു. വിശ്വാസികളെ, ഈ വെളിച്ചം നമുക്ക് ലഭിക്കാൻ, ഈ പ്രസന്നത നമുക്ക് ലഭിക്കാൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും റബ്ബിനെ എനിക്ക് അഭിമുഖീകരിക്കണമല്ലോ എന്ന ഭയത്തോടുകൂടി നാം ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഭയപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. യുദ്ധത്തിൻ്റെതായ കെടുതികളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശ്വാസികൾക്ക് അള്ളാഹു രക്ഷ നൽകുമാറാവട്ടെ, വിജയം നൽകുമാറാവട്ടെ. നമ്മെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.